ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ഒബ്സെഷൻ എന്ന് പറയുന്ന മൂവി. ഒരു റേറ്റഡ് മൂവിയാണ്. ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് ഈ മൂവി എടുത്തേക്കുന്നത്. അത് ഭയങ്കര ലോ ബഡ്ജറ്റിൽ എടുത്തൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു മൂവിയാണ്. ഇതിപ്പോൾ കറൻ്റ്ലി വേൾഡ് വൈഡ് ഭയങ്കര കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇതൊരു റേറ്റഡ് ഹൊറർ മൂവിയാണ്. എല്ലാ ഓഡിയൻസിനും സ്യൂട്ടബിൾ ആവത്തില്ല. ഇങ്ങനത്തെ ഒരു വയലൻസ് അല്ലെങ്കിൽ ഹൊറർ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് സ്യൂട്ടാവുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടമായി. അതിന് മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലോ ബഡ്ജറ്റിൽ ഒരു യൂട്യൂബർ എടുത്തൊരു മൂവിയാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. മൂവി ഭയങ്കര നൈസായിട്ട് വീഡിയോസ് എടുക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഇങ്ങനത്തെ മൂവീസ്. അതുകൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കോണ്ടൻറ്റ് ഇറ്റ്സ് സൂപ്പർ. ലൈക്ക് ഭയങ്കര ഡീപ്പ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സാധാ ഒരു ഹൊറർ മൂവി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു വയലൻറ്റ് മൂവി ആയിട്ട് തോന്നും. പക്ഷെ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ലൈക്ക് നമ്മുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു ലവ് റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആവാം, അങ്ങനത്തെ രീതിയിൽ ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എപ്പോഴും പ്യുവർ അല്ലെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കില്ല. അതൊരു വയലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ഒബ്സസ്ഡ് ആകുമ്പോൾ അത് ഭയങ്കര ടോക്സിക് ആവാം. അങ്ങനത്തെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണിത്. അത് മെയിൻലി എന്ന് വെച്ചാൽ ഒരാളുടെ സെൽഫിഷും മറ്റാളുടെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും കാരണം കൊണ്ടൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് ഇച്ചിരി കൂടെ ഒരു ഹൊറർ ടൈപ്പായിട്ട് പോവുകയാണ്. ലൈക്ക് ജംസ്കേഴ്സോ അല്ലെങ്കിൽ പ്രേതമോ ഒന്നുമില്ല. പക്ഷെ അത് ഒരാളുടെ ക്യാരക്ടർ സ്വിച്ച് അല്ലെങ്കിൽ ഒരു റീസൺ കൊണ്ട്, പെർട്ടിക്കുലർ റീസൺ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ സ്വിച്ച്, അതാണ് മെയിൻലി കാണിക്കുന്നത്. ഇതിൻ്റെ ആക്ടേഴ്സൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ, ലൈക്ക് ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ആളുടെ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ആ ഒരു ഇവിൾനെസ് അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ അത് നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആളുടെ ആ ഒരു ക്യാരക്ടർ, ആളുടെ ഒരു അഭിനയമൊക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് തോന്നിയത് ലൈക്ക് എല്ലാവർക്കും ഇത് വർക്ക് ആവും എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. കാരണം നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ, ഒരു സാധാ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ സാധാ എന്തൊക്കെയോ കാണിക്കുന്ന വയലൻറ്റ് മൂവി അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ ഇത് ഇച്ചിരി കൂടെ നമ്മൾ ഡീപ്പായിട്ട് അതിലോട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു മൂവിയുടെ എസൻസും ലൈക്ക് അതിൻ്റെ ഒരു ലൈക്ക് എന്താണ് മൂവി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ദിസ് മൂവി ഇസ് നോട്ട് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഇത് പെർട്ടിക്കുലറായിട്ട് നമ്മുടെ മൂവിയൊക്കെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മൂവി അങ്ങനത്തെ ഒരു ക്രിട്ടിക് എന്നുള്ളൊരു രീതിയിലൊക്കെ കാണാൻ പറ്റുന്നവർക്ക് വർക്ക് ആവുന്ന ഒരു മൂവിയാണ്. ഒരു വാവ് മൂവ്മെൻറ്റോ അങ്ങനെയൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്രയും ട്രെൻഡായത് കൊണ്ട് തന്നെ മിക്കവരും കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി കമൻറ്റ് ചെയ്യണം. കാണാത്തവർ കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.